ആൾക്കാർ നിയമം ലംഘിച്ചാൽ എന്താ ചെയ്യുക? കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ അവരുടെ വീട്ടിൽ 50 തെരുവ് നായ്ക്കളെയാണ് വളർത്തുന്നത്. അതും പൊതുജനങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഏരിയയിൽ വളർത്തുന്നത് വിത്തിഹീനമായ രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ടാണ്. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് സ്വന്തം കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കോർപ്പറേഷൻ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ പ്രശ്നം ഒരു വീട്ടമ്മ സംസാരിക്കുന്നുണ്ട്. ആ വീട്ടമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇതെല്ലാം കണ്ട് കഴിയുന്നത് പെട്ടെന്ന് ഇവയെ മാറ്റി താമസിക്കാൻ കോർപ്പറേഷനും ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ്. അതാണ് ഇപ്പോൾ പ്രശ്നം. തെരുവുനായകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഷെൽട്ടറിലെ കാഴ്ച അല്ലിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവാസ മേഖലയിലാണ് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ട് ആയ ഈ കാഴ്ചയുള്ളത്. ഈ വീട്ടിൽ ഏതാണ്ട് 50ഓളം നായ്ക്കളുണ്ട്. തെരുവ് നായ്ക്കളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ നായ്ക്കളെ ഈ വീട്ടിലെ ഉടമ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ നായ്ക്കളെ ഈ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജനവാസ മേഖല, തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളുണ്ട്. വലിയ വീടുകളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫ്ലാറ്റുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്കിപ്പോൾ പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് തെരുവ് നായകളെ പേടിച്ച്. ഒരു 6 മണി കഴിഞ്ഞാൽ ഈ പട്ടികളെല്ലാം പുറത്തേക്കാണ്. അപ്പോൾ എനിക്ക് 10 വയസ്സുള്ളൊരു മോനും ഉണ്ട്. എനിക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റില്ല. കണ്ടല്ലോ കുറേ പട്ടികളുണ്ട്, അത് വീട്ടിലേക്ക് വിടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ബേസിക് അമ്യൂണിറ്റീസ് എൻ്റെ വീട്ടിൽ എത്തുന്നില്ല. എനിക്ക് പത്രം വരില്ല, പാല് വരില്ല, ഒരു ഡോർ ഡെലിവറിയും ചെയ്യില്ല, ഒന്നും വരില്ല. ഈ വീട്ടിന് മുറ്റത്ത് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയധികം അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. കുറച്ച് നാട്ടുകാർ കൂടിയുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നാണ്? രാത്രിയെ പോലെ ഭയങ്കര സ്മെല്ലാണ്. ഇതിലൂടെ പാസ് ചെയ്യാൻ പോലും പറ്റില്ല. കുട്ടികൾക്ക് പുറക്കാൻ പറ്റില്ല. ഒരു രാത്രിയാകുമ്പോൾ പട്ടികൾ താഴോട്ടേക്ക് ഇറങ്ങി വരും. താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഏരിയയിലൊക്കെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ പുറത്ത് വിടില്ല, എല്ലാം അടച്ചിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പൗരൻ എന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം അയൽക്കാരിൽ നിന്നും നേരിട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ സമീപിക്കുന്നത് പോലീസിലായിരിക്കും. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നാണ് ഈ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ BJPയുടെ ഭരണകൂടം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടിയത് ഈ തെരുവുനായയുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ട് വീട്ടമ്മയുടെയും ഈ നാട്ടുകാരുടെയും വിഷയം ഞങ്ങൾ മേയർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്.